ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കം നൽകുന്നതിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ഈ ഒരു ജ്യൂസ് ഡെയിലി കുടിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ഒരുപാട് ലഭിക്കുന്നതാണ് ഓറഞ്ച്. ഈ ഒരു സീസണിൽ നമുക്ക് നന്നായിട്ട് വില കുറവിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച്. അപ്പോൾ നമ്മളിന്ന് ഓറഞ്ച് വെച്ചിട്ടാണ് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കുന്നത്. പിന്നെ വൈറ്റമിൻ സിയുടെ കലവറ എന്ന് വേണമെങ്കിൽ പറയാം ഓറഞ്ചിന്. ഇത് കൂടാതെ പൊട്ടാസ്യം, കാൽസ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഓറഞ്ചിൽ. ഞാനിന്നിവിടെ ഈ ഒരു ഓറഞ്ച് വെച്ചിട്ട് ഒരു ഗ്ലാസ് അളവിലാണ് ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു, അതിൻ്റെ മുകളിലുള്ള ചെറിയ നാര് പോലെ ഉണ്ടല്ലോ വെളുത്ത്, അതെല്ലാം കളഞ്ഞു, കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ആ നാരൊക്കെ നന്നായിട്ട് കളയണം, അതല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇതൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുതിനയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ ഈ ഒരു ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട. ഞാൻ 1/2 ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുകയാണ്. ചെറിയൊരു നാര് പോലൊക്കെ ഉണ്ടാകും, അതുകൊണ്ടാണ് നമ്മളിവിടെ അരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചെറിയ നാര് പോലുള്ളതൊക്കെ ഒന്ന് പോകുമല്ലോ, ചെറിയതായിട്ടേ വേസ്റ്റ് കാണത്തുള്ളൂ, ഒത്തിരി ഒന്നും കാണത്തില്ല. അപ്പോൾ അതൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ അരിച്ചെടുക്കുന്നത് കേട്ടോ. ഇത്രയേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നന്നായിട്ട് ജ്യൂസായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ഇന്നത്തെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ലൊരു കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നപ്പോൾ കണ്ടോ നമ്മുടെ ജ്യൂസിൻ്റെ കളറ് മാറിയത് കണ്ടോ. നല്ല കൊഴുപ്പോട് കൂടിയിട്ടാണ്, നല്ലൊരു കളറിലുമാണ് നമ്മുടെ ജ്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ ജ്യൂസ് ഈ ലൂസായി വെള്ളം പോലെ ഇരിക്കത്തില്ല, നല്ല കൊഴുപ്പോട് കൂടിയിട്ടിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ക്യാരറ്റ് ജ്യൂസ് സ്ഥിരമായിട്ട് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല തിളക്കവും നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ ഈ ഓറഞ്ചും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നല്ല ടേസ്റ്റ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവർ വേണ്ടാന്ന് പറയത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഒരുപാട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കല്ലേ, വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയരുത്, അതുകൊണ്ടാണ് ചെറിയ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതായത് ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് വേവിച്ചിട്ട് ചേർത്ത് കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് അരയ്ക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, നല്ല കൊഴുകുഴാന്ന് കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇത് വേവിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സീസണിൽ ഓറഞ്ച് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും വളരെ വിലക്കുറവിൽ ഒരുപാട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്